കോഴിക്കോട് വിജിൽ കൊലപാതക കേസിൽ ഇന്നത്തെ പരിശോധനയിലും തെളിവുകൾ കണ്ടെത്താനായില്ല. ശക്തമായ മഴയിൽ സരോവരത്തെ ചതുപ്പിൽ കൂടുതൽ വെള്ളം കെട്ടിനിന്നത് തെരച്ചിലിന് വെല്ലുവിളിയായി. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. കേസിലെ രണ്ടാം പ്രതി രഞ്ജിത്തിനായുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. കോഴിക്കോട് സരോവരത്തെ ചതുപ്പ് നിലത്തിൽ വിജിലിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് പരിശോധന ആരംഭിച്ചത്. വിജിലിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനുള്ള പരിശോധന രണ്ടാം ദിനവും പ്രതിസന്ധിയിലായി. സരോവരത്തെ ചതുപ്പിൽ ചെളിയും മരക്കഷ്ണങ്ങളും കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. കണ്ടലിലെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ച് ചെളി മുഴുവനായി മാറ്റാനാണ് പോലീസ് ശ്രമിച്ചത്. ഇതിനായി മണ്ണുമാന്തി യന്ത്രം രാവിലെ സരോവരത്തെത്തിച്ചു. 2 കടാവർ നായകളെയും തെരച്ചിലിന് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ശക്തമായ മഴ പെയ്തത് രണ്ടാം ദിനവും തെരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു. കഴിഞ്ഞ ദിവസം ഇവിടെ തെരച്ചിൽ നടത്തിയെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ തെളിവെടുപ്പിൽ പ്രതികൾ ഉപേക്ഷിച്ച വിജിലിന്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു. 3 പേരാണ് കേസിലെ പ്രതികൾ. ഇതിൽ രണ്ടാം പ്രതി രഞ്ജിത്ത് ഒളിവിലാണ്. രഞ്ജിത്തിനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതികളായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അമിത അളവിൽ ലഹരി മരുന്ന് നൽകിയതിനെ തുടർന്ന് മരിച്ച വിജിലിനെ സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിടുകയായിരുന്നു. സരോവരം പാർക്കിലെ ചതുപ്പിൽ താഴ്ത്തി 8 മാസങ്ങൾക്ക് ശേഷം വിജിലിന്റെ അസ്ഥികൾ കുഴിച്ചെടുത്ത് കടലിൽ ഒഴുക്കിയതായും സംസ്കാരക്രിയകൾ നടത്തിയതായും പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ മരണാനന്തര ചടങ്ങുകൾ നടത്തിയത് കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്താണെന്നും മൊഴിയിൽ പറയുന്നു. മരണാനന്തര ചടങ്ങുകൾ നടത്തിയതായി പറയപ്പെടുന്ന കർമ്മിയെ കണ്ടെത്താനും അന്വേഷണ സംഘം ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കർമ്മിയെ സാക്ഷിയാക്കുന്നത് കേസിന് ബലം നൽകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് മലയാളം, കോഴിക്കോട്.